12 ദിവസം മാത്രമാണ് നമ്മുടെ തിരുവൈരാണിക്കുളം ദേവിയുടെ പാർവതി നട തുറക്കുന്നത്. മഹാദേവൻ്റെ അമ്പലം എപ്പോഴും തുറന്നിരിക്കും. പാർവതി ദേവിയുടെ നട 12 ദിവസം മാത്രമേ തുറക്കാറുള്ളൂ. അപ്പോൾ ഈ മാസം 13-ാം തീയതി അടയ്ക്കും. നമ്മൾ 10-ാം തീയതി ആയിരുന്നു പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ്ട് ക്യൂവിനകത്ത് അവിടുന്ന് നമ്മളെ കവാടത്തിൻ്റെ അവിടുന്ന് ഈ ക്യൂവിനകത്ത് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഈ സമയത്ത് നമ്മുടെ കോർഡിനേറ്ററായിട്ടുള്ള ഒരു ആൻറ്റി വന്നിട്ട് തീരെ കാല് ചെയ്യാത്ത 10 പേരെ പെട്ടെന്ന് കയറ്റാമെന്ന് പറഞ്ഞ് മാമിയുടെ അമ്മാമയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാനും മാമിയൊക്കെ പിന്നെ എല്ലാം അനുഭവിച്ച് തന്നെ കയറിയത് കേട്ടോ. അത്ര കിടിയും ചതച്ചിലും എല്ലാം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സ്കൂട്ടറും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള പ്രൈവറ്റ് അങ്ങോട്ടൊക്കെ പാർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ പല വീടിൻ്റെയും മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ചെരുപ്പിടരുത്, എടുത്ത് മാറ്റുന്നതെന്ന്. പക്ഷെ നമ്മൾ മലയാളികളാണ്, ഭയങ്കര അനുസരണയാണല്ലോ. അവിടെ ഇടരുതെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കാണാം ആ ബോർഡിൻ്റെ അടിയിലെല്ലാം ചെരുപ്പാണ്. പോലീസുകാരായാലും ആരായാലും ഒരു നിയന്ത്രിക്കുന്നതിന് അത്രയ്ക്കും പരിധിയുണ്ട് കൂട്ടുകാരെ. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇത്രയും തിരക്കൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ഇടി കൊണ്ട് ഞാൻ ചത്ത. എനിക്ക് ഇന്നിപ്പോൾ ഈ രാവിലെ എഴുന്നേറ്റ് ഒരു പണി പോലും ചെയ്യാൻ വയ്യ. ഇന്നലെ രാത്രി ഞങ്ങൾ 1 മണിക്ക് ആയപ്പോഴാണ് വന്നത് കേട്ടോ. ശനിയാഴ്ച പോയി, ഞായറാഴ്ച രാവിലെ 1 മണിയായപ്പോഴാണ് വീട്ടിൽ എത്തിയത്. അങ്ങനെ ആണ്ട് ഈ ഒരു സ്ഥലം എത്തിയപ്പോൾ എൻ്റെ വിചാരം എന്താ പറയുക, ഓ ഭഗവാനെ രക്ഷപ്പെട്ട്, എല്ലാവരുടെയും പറഞ്ഞ് ഭയങ്കര ക്യൂ നിൽക്കണം, നമ്മളങ്ങ് എത്തിയല്ലേ എന്ന് പറയുക. പക്ഷേ എന്തോന്ന് തോന്നില്ല, മേളിൽ കൂടെ ആൾക്കാർ പോകുന്നത് കണ്ടോ. ആ ഒരു സ്ഥലം എത്തണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് നടന്നൊരു മൈതാനം കണക്ക് പോകണം. അവിടെ പോയി കുറേ കസേരക്കളി കഴിഞ്ഞെങ്കിലേ ഞങ്ങൾക്ക് തിരിച്ചെത്താൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂ കേട്ടോ. ക്യൂ അല്ല, ഞാൻ പറയുന്നതൊക്കെ മാറുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. കാര്യം വയ്യാതെ വോയിസ് കൊടുക്കുന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോഴും നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എപ്പോൾ ഇടാനാണ്. അപ്പോൾ അതാണ്ട് അകത്ത് അവിടെ നീരാഞ്ജന വിളക്ക് കത്തിക്കുന്നതിൻ്റെ അതിൻ്റെയൊക്കെ തിരക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ പാസ്സാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ അതാണ്ട് അവിടെ ഇവിടെ എല്ലാവരുടെയും ആളാണ്. പിന്നെ മഞ്ഞൾപ്പറയും അതും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പറകൾ. പേരും നാളും ഒന്നും നമുക്ക് എഴുതാൻ പറ്റത്തില്ല. നമ്മൾ പറ എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പൈസ കൊടുക്കുക. മഞ്ഞൾപ്പറയ്ക്ക് 100 അതൊക്കെയാണ് കേട്ടോ. ഞാൻ ഒരു മഞ്ഞൾപ്പറ എടുത്തിട്ടുണ്ടായിരുന്നു. അതെടുക്കണമെങ്കിൽ കാണുന്ന ക്യൂ ആണെന്നല്ല, അപ്പുറത്തോട്ട് കാണുന്ന ക്യൂ, എല്ലാത്തിനും ക്യൂ. ഇതുപോലാണ് പാസ് അവർ മേടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്ത് കയറ്റി വിടത്തുള്ളൂ. ഇതാണ് നമ്മളുടെ പാസ്. ഈ പാസ് കയ്യിലില്ലെങ്കിൽ നമ്മളെ കയറ്റി വിടത്തുള്ളൂ.